ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള പുത്തനമ്പലത്തിലേക്കാണ്. കരപ്പുറത്തിൻ്റെ സ്വന്തം പഴനിമല എന്നറിയപ്പെടുന്ന പുത്തനമ്പലത്തിലേക്കാണ് കേട്ടോ. ഇന്ന് ഇവിടെ ഷഷ്ടിയുടെ പരിപാടിയുണ്ട്, എല്ലാ മാസവും ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാനും വന്നിട്ടുണ്ട്. കാര്യം എനിക്കിന്ന് കാവടിയുണ്ട്, അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മാലയൊക്കെ മേടിച്ച് ഇനി നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണേ. പാൽക്കുടം കാവടിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി മാല പൂജിക്കണം. അപ്പോൾ അതിനുവേണ്ടി മാല പൂജിക്കാൻ മാലയൊക്കെ മേടിച്ച് അങ്ങനെ പൂജിച്ചൊക്കെ കഴിഞ്ഞ് കഴുത്തിലിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ കാവടി എടുക്കാനുള്ള സമയമായേ. അങ്ങനെ നമ്മൾ പാൽക്കുടം കാവടിയൊക്കെ തലയിലെത്തി ഞാനിവിടെ നിൽപ്പുണ്ട്. എന്നെയാണ് അവരിവിടെ ഫ്രണ്ടിൽ എന്തായാലും നിർത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പ്രദക്ഷിണമൊക്കെ ചെയ്യുവാണ്. ഈ വീഡിയോ ഒക്കെ എനിക്ക് എടുത്തു തന്ന പാറുവാണ് കേട്ടോ. അതുകൊണ്ട് അവൾ കൊച്ചല്ലേ, അപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ വലിയ കുഴപ്പം ഉണ്ടായിരിക്കില്ല, ചിലപ്പോൾ എന്തെങ്കിലും കുഴപ്പം വരുന്ന നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ. അങ്ങനെ ഞങ്ങൾ പ്രദക്ഷിണം ചെയ്യുവാണ് കേട്ടോ, കാവടി എടുത്തവരെല്ലാവരും. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് സുബ്രഹ്മണ്യ സ്വാമിനെയൊക്കെ കാണാൻ പറ്റും. ഒരു ചേട്ടൻ അനുഗ്രഹിച്ച് വരും എല്ലാ ദിവസവും, എല്ലാ മാസത്തിലും ഇങ്ങനെ ഷഷ്ടിയുള്ള. അപ്പോൾ പിന്നെ ഈ കൂട്ടത്തിൽ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, അതാണ് ഞാൻ നോക്കണത്. അവളും ഉണ്ട്, അപ്പോൾ അവളെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ എല്ലാവരും അനുഗ്രഹമൊക്കെ മേടിച്ചുകൊണ്ട് നിൽക്കുവാണ്. പിന്നെ നമ്മൾ ഉള്ളിൽ കയറി കാവടിയൊക്കെ കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് പുറത്ത് വന്നിരുന്നപ്പോൾ എൻ്റെ കൂട്ടുകാരിയാണ് ഇത്. ഇവളുടെ പേര് ഋഷി എന്നാണ്, മറ്റേത് അവളുടെ അമ്മയാണ് സിയാമ്മ. അങ്ങനെ അവളുടെ ചാനലാണ് കേട്ടോ ഇതൊന്നും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനൊക്കെ ശേഷം ഞങ്ങൾ തേച്ച് വെള്ളം കുടിക്കാമെന്നും പറഞ്ഞ് അമ്പലത്തിൻ്റെ ഇപ്പുറത്ത് തന്നെ വന്ന് നിൽക്കുവാണ് കേട്ടോ. ഇവിടെ ആകുമ്പോൾ ഇന്ന് ഫ്രീ ആയിട്ട് നാരങ്ങ വെള്ളം, മോരുവെള്ളം, കാപ്പി എല്ലാം കൊടുക്കുക. അതൊക്കെ കുടിച്ചുകൊണ്ട് നിൽക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് അവളാണ് എനിക്ക് കുറേ വീഡിയോ എടുത്ത് തന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ ശേഷം ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ കുറച്ച് നേരം നടന്നു. അങ്ങനെ നടന്നപ്പോഴത്തേക്ക് നമുക്കിതേ മയിലിനെ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ 2-3 മയിൽ ഈ കൂട്ടിനകത്തുണ്ട്. അങ്ങനെ മയിലിനെയൊക്കെ കണ്ട ശേഷം ഞങ്ങളിതേ ഇവിടെ വന്നിരിക്കുവാണ്. അവളാണെങ്കിൽ പോയി. അപ്പോൾ ഇവിടെ ബിന്ദുവമ്മ സിന്ധുവമ്മ ഉണ്ട്. അപ്പോൾ അവരുടെ രണ്ടുപേരുടെ ഇടയ്ക്ക് ഞാൻ ഇരിക്കുവാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സുബ്രഹ്മണ്യ പൂജ തൊഴാനായിട്ട് പോവുകയാണ്. ഇതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ചോറുണ്ണാൻ പറ്റുള്ളൂ. ചോറുണ്ണാനവർക്ക് ഉണ്ണാൻ, ഷഷ്ടി എടുത്തവർക്ക് അങ്ങനെ ഉണ്ണാൻ പറ്റത്തില്ല കേട്ടോ. ഈ പൂജ കഴിയണം. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അകത്ത് കയറി തൊഴുത ശേഷം ഞങ്ങളെല്ലാവരും ചോറുണ്ണാൻ പോയി കേട്ടോ. അമ്പലത്തിൽ അന്നദാനം തിന്നാനായിട്ടൊരു പ്രത്യേക സുഖമല്ല. അങ്ങനെ അന്നദാനമൊക്കെ കഴിച്ചു. അതിന് ശേഷം ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുവാണ്. അപ്പോൾ സിന്ധുവമ്മയും ഞാനും കൂടി ഇങ്ങനെ നടക്കുവാണ്. അങ്ങനെ നമ്മൾ നേരെ ഇനി ഓട്ടോയിലേക്ക് കയറി. രാധാമ്മയുണ്ട് കേട്ടോ നമ്മുടെ ഒപ്പം. അങ്ങനെ നമ്മൾ 3 പേരും കൂടി ഓട്ടോയിൽ കയറി ഇനി നേരെ വീട്ടിലേക്ക്. അങ്ങനെ വീട്ടിൽ ചെന്ന് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഋതുമോനെ വിളിക്കാൻ പോവാണ്. ഞാനും പാറും കൂടിയാണ് പോയത്. അപ്പോൾ വഴി വെച്ച് നമ്മുടെ ഒരു വല്യച്ഛനെ കണ്ട് വർത്തമാനം പറഞ്ഞാണ്. അങ്ങനെ നേരെ നമ്മൾ അംഗനവാടി ചെന്നു. ഋതുമോനെയൊക്കെ വിളിച്ചു. അവൻ അങ്ങനെ വന്നു കേട്ടോ. അങ്ങനെ അംഗനവാടിയിൽ നിന്ന് വിട്ടവൻ വന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി നടന്ന് നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ.